നമ്മുടെ എല്ലാവരുടെയും അഭിലാഷമാണ് ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്നുള്ളത്, അല്ലേ? നമ്മൾ വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് ഈ ദുനിയാവിൽ ജീവിക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആയുസ് എത്ര എത്തി, ഇനി എത്ര കാലമുണ്ട്, അതിൽ ആരോഗ്യത്തോടുകൂടെ എത്ര കാലം നമുക്ക് നിൽക്കാൻ സാധിക്കും? ഇപ്പോൾ തന്നെ നമുക്ക് എത്ര രോഗങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ശാരീരികമായ രോഗങ്ങളാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ലോകത്ത് നിന്ന് വിട പറയണം, അല്ലേ? അതല്ലേ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെയൊക്കെ ലക്ഷ്യം. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഹറാമുകൾ കാണുന്നു, കേൾക്കുന്നു. അള്ളാഹു അവന്റെ ഹബീബ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ഈ ദിവസം തന്നെ എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്തില്ലേ? കളവ് പറഞ്ഞില്ലേ, നിസ്കാരം ഖളാ ആക്കിയില്ലേ? ഓരോരുത്തരും അവരവരുടെ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കാൻ വേണ്ടി പറയാണ്, എത്ര തെറ്റുകൾ ചെയ്തു. നിസ്കാരം ഒഴിവാക്കിയവർ എത്ര ആളുകളുണ്ട്? സുബ്ഹ് ഖളാ ആയവരെന്നില്ലേ? ഓരോരുത്തരും സ്വന്തം അവനവനെ കുറിച്ച് വിചാരണ നടത്തുക. മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. അവരോരോ ദിവസവും രാത്രിയാകുമ്പോൾ അവരൊരു എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അവർ സ്വന്തം വിചാരണ ചെയ്ത് ശിക്ഷിക്കുമായിരുന്നു, തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും നന്മകൾ ഒഴിവാക്കിയതിൻ്റെ പേരിൽ അത് ഒഴിവാക്കിയതിൻ്റെ ആ ഒരു പശ്ചാത്താപം അവർക്ക് ഉണ്ടാവുമായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഈമാൻ സലാമത്താകാനുള്ള ഒരു ദുആ ഉണ്ട്, നമുക്കൊക്കെ അറിയാം. ആ ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് സ്ഥിരമായി പതിവാക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകും. എങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ് അത് നമുക്കൊരു 3 തവണ ആ സലാമത്തുൽ ഈമാൻ നമുക്ക് നമ്മുടെ ഈമാൻ സലാമത്താവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലിയിട്ട് ദുആ ചെയ്താലോ? നിങ്ങളൊക്കെ കൂടെ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കാരണം കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്തായാൽ അത് വലിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലായി മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈമാൻ സലാമത്താവാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മൾ സാധാരണ ചൊല്ലേണ്ട അല്ലെങ്കിൽ ചൊല്ലൽ പതിവുള്ള ഒരുപാട് ആളുകളുണ്ട്, കാണാതെ അറിയുന്നവരുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല നിയ്യത്തോടുകൂടെ ഇതൊരു 3 തവണ എല്ലാവരും നല്ല നിയ്യത്തോടുകൂടെ ചൊല്ലി. لا إله إلا الله الموجود بكل زمان، لا إله إلا الله المعروف بكل إحسان، لا إله إلا الله المعبود بكل مكان، لا إله إلا الله المذكور بكل لسان، لا إله إلا الله كل يوم هو في شأن، لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان، يا قديم الإحسان يا هادي المضلين، إياك نعبد وإياك نستعين، آمين برحمتك يا أرحم الراحمين، لا إله إلا الله الموجود بكل زمان، لا إله إلا الله المعروف بكل إحسان، لا إله إلا الله المعبود بكل مكان، لا إله إلا الله المذكور بكل لسان، لا إله إلا الله كل يوم هو في شأن، لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان، يا قديم الإحسان يا هادي المضلين، إياك نعبد وإياك نستعين، آمين برحمتك يا أرحم الراحمين. ഒരൊറ്റ തവണയും കൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമുക്ക് ഈമാൻ ഖബൂലായി ഈ ലോകത്ത് നിന്ന് വിട പറയണം. ഇൻഷാ അല്ലാഹ് നിയ്യത്തന്നെ എല്ലാവരും കരുതി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദു ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅറൂഫ് ബികുല്ലി ഇഹ്സാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅബൂദു ബികുല്ലി മകാൻ, لا إله إلا الله المذكور بكل لسان، لا إله إلا الله كل يوم هو في شأن، لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان، يا قديم الإحسان يا هادي المضلين،
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴാണ് നമുക്ക് ഖബറിൽ രക്ഷയുണ്ടാവുക, നമുക്ക് ആഖിറത്തിൽ രക്ഷയുണ്ടാവുക, നമുക്ക് മഹ്ശറിൽ രക്ഷയുണ്ടാവുക, നമുക്ക് സിറാത്തുൽ മുസ്തഖീം അത് മുത്തഖീങ്ങൾ വിട്ടുകിടക്കുന്നത് പോലെ വിട്ടുകിടക്കാൻ സാധിക്കുക നമ്മുടെ ഈമാൻ സലാമത്തായി ലോകത്ത് നിന്ന് വിട പറയുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈമാൻ സലാമത്താവാൻ സലാമത്തുൽ ഈമാൻ ദുആ, ഈ ദുആ നിങ്ങൾ പതിവാക്കണം. നമ്മുടെ മജ്ലിസുകളിൽ വെച്ച് എപ്പോഴും ഇത് ചൊല്ലുന്നതാണ്, നിങ്ങളൊക്കെ ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന, കബൂലാകുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോയ കാലങ്ങളിൽ തെറ്റുകളിലകപ്പെട്ട് ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ദോഷങ്ങളും പാപങ്ങളൊക്കെ റബ്ബ് നമുക്ക് പുറത്തു തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇത് പരിശുദ്ധമായ റജബ് മാസമാണ്. ഷഅബാൻ വരാനിരിക്കുന്നു, റമളാൻ നമ്മിലേക്ക് എത്തുന്നു. അവസരം നഷ്ടപ്പെടുത്തരുത്. റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും തയ്യാറാവണമെന്ന് വളരെ ആത്മാർത്ഥമായി ആദ്യം സ്വയം എന്നോടും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് സലാമത്തുൽ ഈമാൻ ദുആ കാണാതെ അറിയുന്നവരറിയിക്കണം, കാണാതെ പഠിക്കണം, അത് കാണാതെ ചൊല്ലാൻ കിട്ടണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും ദുആ ചെയ്യണം. നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണോ? വർഷങ്ങളായി അതിൽ പങ്കെടുക്കുന്നവരുണ്ട്. അതിലിരുന്ന് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവര്, അതിലിരുന്ന് ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നവര്. നിങ്ങൾക്കൊക്കെ അതേപോലെ ചൊല്ലാം. നമ്മുടെ ഈ ഫാമിലിയിൽ ഒരു അംഗമാകാം. അംഗമാകി കഴിഞ്ഞാലുള്ള നേട്ടം എന്താ? നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ദുആ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയും. അതെന്റെ മഹത്വമല്ല, അത്രയും ആളുകൾ ആമീൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഇജാബത്ത് നൽകി നമ്മുടെ ആഖിറ രക്ഷപ്പെടാൻ അത് കാരണമായാൽ അതല്ലേ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ നേട്ടം ഈ ദുനിയാവ് കൊണ്ട്, നമ്മൾ ഈ മൊബൈൽ കൊണ്ടൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ നേട്ടം. ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് അനാവശ്യങ്ങൾ കാണുന്ന, അനാവശ്യങ്ങൾ ചെയ്യുന്ന, അനാവശ്യങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ആ ആവശ്യമില്ലാത്തതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾക്കിടയിൽ നിന്ന് ദീന് പറയാനും ദീന് പ്രചരിപ്പിക്കാനും ദീന് കേൾക്കാനും അള്ളാഹുവിനെ ഓർക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നാളെ റബ്ബ് കോടതിയിൽ വെച്ച് നിന്റെ യുവത്വം, നിന്റെ സമയം നീ എന്തിൽ ചെലവഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാനത് ഇങ്ങനെയൊക്കെ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടെ പറഞ്ഞൂടെ? എല്ലാവരും ഇൻഷാ അല്ലാഹ് മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കണം. അതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരൊക്കെ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ വെച്ചൊക്കെ ദുആ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അത് കരുതും. പ്രത്യേകിച്ച് മജ്ലിസിലേക്ക് സ്വതക്ക അയക്കുന്നവര്, സംഭാവന അയക്കുന്നവര്, നല്ല നിയ്യത്തുകൾ കരുതി ദർസിലെ മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നവര്, വിവിധങ്ങളായ ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ച രാവും നമ്മുടെ മജ്ലിസിലേക്ക് ഒഴിവാവാതെ അയക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു അവരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ അത് തുണയാകുന്ന രൂപത്തിൽ അല്ലാഹു അവരിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.